ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് ഡ്രസ്സും ടോയ്സും വാങ്ങാൻ പോവുകയാണ്. അവന് 3 വയസ്സായി. അവനും അച്ഛനും ഇച്ചു അമ്മയും പോണു. ഡ്രസ് വാങ്ങണം. ഞാൻ അവന് സർപ്രൈസ് ഉള്ള ഒരു ടോയ് നമ്മൾക്ക് പോവാ. വീട്ടില് നിന്ന് ഇറങ്ങണേ ഫ്രണ്ട്സ്. കാണുമല്ലോ ഗായ്സ്, നമുക്ക് ഷോപ്പിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മളിടയിൽ ടോയ്സും ഡ്രസ്സും വാങ്ങാൻ പോണത് കാട്ട കടയിൽ നിന്നാണ്. നമ്മൾ എപ്പോഴും ടോയ്സ് വാങ്ങണത് നിസാൻ സൈക്കിൾ മാർട്ട് എന്ന് പറയുന്ന ടോയ് ഷോപ്പിലാണ്. ഇവിടെ നിറയെ ടോയ്സ് ഉണ്ട്. നമ്മളാണെങ്കിൽ ചൂണ്ട് വരവാൻ ജംഗ്ഷൻ വരെ എത്തി. എൻ്റെ അമ്മയും അച്ഛനും പഠിച്ച കോളേജ് എത്താറായി ഫ്രണ്ട്സ്. ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കടയിലാണ് എൻ്റെ അമ്മയും അച്ഛനും പഠിച്ചിരുന്നത്. അവിടുത്തെ ഗ്രൗണ്ടിൽ വലിയ വലിയ പ്രോഗ്രാംസ് നടക്കും. ഇലക്ഷൻ സമയത്ത് നമ്മളെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു. ഹെലികോപ്റ്ററാണ് വന്നിരുന്നത്. ഹെലികോപ്റ്ററിനെ ഞാൻ കണ്ട്. ഇതാണ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട്. രാത്രിയായിട്ട് കാണാൻ പറ്റില്ല അല്ലേ? ഈ കോളേജ് കഴിഞ്ഞിട്ട് അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് വിസ്മയ ഹോട്ടൽ. ചെറിയ ചെറിയ ഫങ്ഷൻസും പാർട്ടിയൊക്കെ ഇവിടെ വെച്ച് നടത്തും. ഇവിടുത്തെ സൂപ്പർ ഫുഡാണ്. ഈ കാണുന്നതാണ് കോളേജ് എൻട്രൻസ്. കോളേജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. ഇതിൻ്റെ അത് കുട്ടികൾക്ക് സൂപ്പർ പാർക്കുണ്ട്. കണ്ടോ? ബേക്കറി, ഹോട്ടല്, സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടോ? നമ്മൾക്ക് കാട്ടാക്കട ജംഗ്ഷൻ എത്താറായി. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടെ ഉള്ള പോലീസ് സ്റ്റേഷൻ. ഈ ജംഗ്ഷൻ്റെ അവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇന്നെന്തോ തിരക്കൊന്നുമില്ല. നമ്മൾക്ക് റൈറ്റിലൊറ്റ തിരിഞ്ഞ് മാർക്കറ്റ് റോഡിലാണ് ടോയ് ഷോപ്പ് ഉള്ളത്. ഈ റോഡ് എപ്പോഴും തിരക്കുള്ള റോഡാണ്. കണ്ടോ? രാജകുമാരി വെൽഡിങ് സെന്റർ. ഗോൾഡൻ ഡ്രസ്സൊക്കെ വാങ്ങിയത് ഇവിടെ നിന്നാണ്. ഇവിടെ കുറച്ചുകൂടെ പോകണം ടോയ് ഷോപ്പിലേക്ക്. ഈ വഴിയിലാണ് കാട്ടാക്കട ചർച്ചുള്ളത്. അവിടെ എല്ലാ തവണയും ക്രിസ്മസിന് പുൽക്കൂടൊക്കെ കാണാൻ വരും. അതിന് തവണത്തെ പുൽക്കൂട് സൂപ്പറായിരുന്നു. ഇതാണ് കാട്ടാക്കട മാർക്കറ്റ് ജംഗ്ഷൻ. ഇങ്ങനെ നമ്മൾ ടോയ് ഷോപ്പിൻ്റെ അടുത്തെത്തി. ഇച്ചുവിന് വഴി മനസ്സിലായി. അവൻ ഇപ്പോഴേ പിടങ്ങി തുടങ്ങി. അവന് നിറയെ ടോയ് വേണമെന്ന് പറഞ്ഞു. ആ കടയിൽ പോകുമ്പോൾ എനിക്കും ഇച്ചുവിനും ടോയ്സ് വാങ്ങാൻ ഭയങ്കര പിണക്കമാണ്. ചിലപ്പോൾ അച്ഛൻ അടി തന്നിട്ടാണ് വീട്ടിൽ തിരിച്ചുകൊണ്ട് പോണത്. എനിക്കാണ് കൂടുതൽ അടി കിട്ടണത്. അങ്ങനെ നമ്മൾ ടോയ് ഷോപ്പിന്റെ മുന്നിലെത്തി ഫ്രണ്ട്സ്. നമുക്ക് ടോയ് ഷോപ്പിന്റെ അടുത്ത് പോവാം. കണ്ടോ ഫ്രണ്ട്സ്, നിറയെ ടോയ്സ്. കുട്ടികൾക്കുള്ള എല്ലാ ടോയ്സും ഇവിടെ ഉണ്ട്. ഇവിടെ സ്ഥിരം കസ്റ്റമറാണ് ഫ്രണ്ട്സ്. ടെഡി ബിയേഴ്സ്, റിമോട്ട് കൺട്രോൾ ടോയ്സ്, വലിയ റിമോട്ടിൻ്റെ കാർഡ്, സ്കൂട്ടറ്, സ്റ്റഡി ടേബിള്, വാർക്കട്, അങ്ങനെ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട്. മുമ്പ് ഇത് ചെറിയ കടയായിരുന്നു. ഇപ്പോൾ അവരിത് വലിയ ഷോപ്പാക്കി. ഇതാണ് വലിയ ടോയ്സിൻ്റെ സെക്ഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെയാണുള്ളത്. എനിക്ക് ലൈനിങ് ടോയ്സ് മാത്രമാണ് കൂടുതൽ ഇഷ്ടം. ഇച്ചിരി ടോയ് വാങ്ങാൻ വന്നെങ്കിലും എനിക്കുള്ള ടോയ്സാണ് ഞാൻ നോക്കിയത്. ഇച്ചാണെങ്കിൽ ഓരോ ടോയ്സിൻ്റെ അടുത്തിരുന്ന് കടങ്ങുകയാണ്. അവന് ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ. അവൻ പോയി എല്ലാ ബാസ്ക്കറ്റിലും എത്തി നോക്കണം. എനിക്ക് ഇച്ചിരി ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് ബാറ്റിൻ്റെ സെറ്റ് എടുത്ത് അവനും ബാറ്റും ബോളും നോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്ത ബാറ്റിൻ്റെ സെറ്റിന്
കൗണ്ടറിൻ്റെ അടുത്ത് കൊടുത്ത്. അച്ഛനാണെങ്കിൽ ചെറിയ ബേഴ്സൊക്കെ എടുത്ത് നോക്കണം. ഇച്ചാണെങ്കിൽ ഒരു ബാറ്ററിയിലെ പ്ലെയിൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അച്ഛൻ നൈസായിട്ട് തന്നെ വാങ്ങി വെച്ച്. കണ്ടോ നല്ല സോഫ്റ്റ് ടോയ്സ്. ഞാൻ നോക്കിയപ്പോൾ ഇച്ചാണെങ്കിൽ ഒരു സൈക്കിൾ ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇച്ചാണെങ്കിൽ അതിൻ്റെ മ്യൂസിക്കൊക്കെ ഓണാക്കിയിട്ട് റൈഡ് ചെയ്ത് കളിക്കും. അവൻ ഇത് വാങ്ങാൻ വേണമെങ്കിൽ അച്ഛൻ പെട്ടത് തന്നെ. ഇച്ചു ഞാൻ കുറേ നേരം ആ ടോയിൽ തന്നെയാണ് കളിക്കുക. ഞാനാണെങ്കിൽ അവന് അതിൻ്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത്. അവനാണെങ്കിൽ ഞാൻ പണ്ട് കേട്ടില്ല. ഇനി അവൻ കാല് താഴോട്ടിട്ടിട്ട് നടന്ന് എന്നെ കൊണ്ടുപോയി. ഇച്ചിനൊരു കോള് വന്നുകൊണ്ട് പുറത്തു പോയി. നമ്മൾക്ക് ടോയ്സ് നോക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സമയം കിട്ടി. ഇച്ചിരി സർപ്രൈസ് കൊടുക്കണ ഒരു ടോയ് ഞാൻ കണ്ടുപിടിച്ചു. അത് നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. പപ്പാണ് അത് വാങ്ങാൻ പൈസ തന്നത്. അവൻ കാണാതെ അത് പാക്ക് ചെയ്യാൻ കൊടുത്ത്. അവരതൊക്കെ പാക്ക് ചെയ്ത് ഡിക്കിയിൽ വച്ചിട്ട് സെറ്റാക്കി. ഇച്ചാണെങ്കിൽ കുറേ നേരം ബൈക്ക് കളിച്ചിട്ട് അവന് മതിയായി. ഞാനാണെങ്കിൽ ഒരു സൈക്കിൾ സ്കൂട്ടി ഓണാക്കി. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ടോയ് വാങ്ങിയിട്ട് ഇറങ്ങി. ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഫാഷൻ ഹബ്ബിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കണം. എല്ലാ ബർത്ത്ഡേക്ക് എനിക്കും അവനും സെയിം ഡ്രസ്സാണ് എടുക്കണം. എൻ്റെ ബർത്ത്ഡേക്കും അവൻ്റെ ബർത്ത്ഡേക്കും ഒരുപോലെ ഇരിക്കുന്ന ഡ്രസ്സ് ഇടും. ഇതിൻ്റെ അകത്ത് ഫുള്ള് നോക്കിയപ്പോൾ പീച്ച് കളറിൻ്റെ ടീഷർട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ ആ കളറിൻ്റെ ടീഷർട്ട് ഇച്ചൊരു കുറേ നോക്കിയിട്ടാണ് കിട്ടിയത്. അത്ര സമയം നമ്മൾ അവിടെ നിന്ന് കളിച്ച്. ഡ്രസ്സ് എങ്ങനെ ഉണ്ട് ഫ്രണ്ട്സ്? കൊള്ളാമോ? അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കേടി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പോകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് അടങ്ങി. ഇച്ചു കാറിൽ നിന്ന് ഭയങ്കര ബഹളമാണ് ഫ്രണ്ട്സ്. വാങ്ങിയ ടോയ്സൊക്കെ അപ്പം അവന് കവടിൽ നിന്ന് അടക്കണം. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് എനിക്ക് വാട്ടർ മെലൺ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ വാങ്ങിച്ച് ഞാൻ ഒരുപാട് ടയേർഡായി ഫ്രണ്ട്സ്. എന്തൊരു ചൂടാണല്ലേ ഇപ്പോൾ. കറണ്ടടുത്ത് കയറിയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു ഫ്രണ്ട്സ്. ഈ ഇച്ചുവിൻ്റെ ബഹളം കാരണം ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ കുറ്റപ്പെടുത്തലെത്തി. ഇവിടുത്തെ സ്കൂളിലാണ് എൻ്റെ അമ്മ 4ാം ക്ലാസ്സിൽ പഠിച്ചത്. ഞാനും അച്ഛനും അമ്മയും കൂടെ നാളെയുള്ള ബർത്ത്ഡേ ഫങ്ഷനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ മണ്ടത്തങ്കടവ് എത്താറായി ഫ്രണ്ട്സ്. ഇവിടെ ഒരു വലിയ ആടുണ്ട്. വലിയ മഴ പെയ്യുമ്പോൾ പാലം മുട്ടി വെള്ളം പോകും. നമ്മളൊക്കെ വെള്ളം കാണാൻ അവിടെ വരും. ഇതാണ് മണ്ടത്തങ്കടവ് പാലം. ഇപ്പം വെയിലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇതാണ് മണ്ടത്തങ്കടവ് ജംഗ്ഷൻ. ഇവിടാണ് നമ്മളെ ഷോപ്പുള്ളത്. റൈറ്റ് സൈഡിൽ തിരിഞ്ഞാണ് നമ്മളെ വീട്ടിൽ പോകണം. സൂപ്പർ റോഡാണ് ഇവിടുത്തെ. മെയിൻ റോഡ് കുറച്ച് പോകുമ്പോൾ അവിടെ സ്കൂളുണ്ട്. ജനാർദ്ദപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ മെയിൻ റോഡ് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി ചെറിയ റോഡിൽ കൂടാണ് പോകാനുള്ളത്. ചാനലിൻ്റെ സൈഡിൽ കൂടാണ് ഈ റോഡുള്ളത്. ഇങ്ങനെ വീട് എത്താറായി ഫ്രണ്ട്സ്. റോഡ് പണി നടക്കണുണ്ട്. അവൾക്ക് കാട് വീട്ടിൽ കയറ്റാൻ പറ്റൂല ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ വീട്. ബൈ ഫ്രണ്ട്സ്.